ജിമെയിലിൽ ഇതാ ഒരു കിടുക്കാച്ചി അപ്ഡേറ്റ് വന്നിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആഗ്രഹിച്ച ഒരു കിടിലം അപ്ഡേറ്റ് എന്താണെന്നല്ലേ? നമുക്കിപ്പോൾ ജിമെയിലിൻ്റെ ഇൻബോക്സിൽ ഒരുപാട് മെയിലുകൾ വന്നു കിടക്കുന്നുണ്ടാകും. അതിൽ അത്യാവശ്യമായിട്ടും തുറന്ന് നോക്കേണ്ട അല്ലെങ്കിൽ അത്യാവശ്യമായിട്ടും റിപ്ലൈ കൊടുക്കേണ്ട പല മെയിലുകളും ഉണ്ടാകും. എന്നാൽ ഇതൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടെത്തുക എന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. എന്നാൽ ഇങ്ങനെയുള്ള മെയിലുകളൊക്കെ ഒരൊറ്റ ക്ലിക്കിൽ കണ്ടെത്തുന്ന ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇപ്പോൾ ജിമെയിൽ വന്നിരിക്കുകയാണ്. ഏതാണ് അപ്ഡേറ്റ്, എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം. സമയം കളയാതെ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് നമ്മുടെ മൊബൈലിലുള്ള ജിമെയിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് ഒരുപാട് മെയിലുകൾ വന്നിട്ടുണ്ടാകും. അത്യാവശ്യം വേണ്ട മെയിലുകൾ നമുക്ക് സെലക്ട് ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് വന്ന മെയിലുകളുടെ ഏറ്റവും മുകളിൽ ഇടതുവശത്തായിട്ട് ഒരു 3 ലൈൻസ് കാണാം. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്കൊരു പുതിയ ഓപ്ഷൻ കാണാൻ സാധിക്കും, ക്രിയേറ്റ് ലേബൽ എന്ന ഓപ്ഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ലേബലിന് ഒരു പേര് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഫേവറേറ്റ് എന്നാണ് കൊടുക്കുന്നത്. ഫേവറേറ്റ് എന്ന് കൊടുത്തു. അതിനുശേഷം ഇവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ എംപ്റ്റി ആയിരിക്കും, കാരണം നമ്മൾ ഇതിലേക്ക് ഒന്നും സേവ് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് അത്യാവശ്യമുള്ള മെയിൽ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ 3 മെയിൽ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ലേബൽ ആസ് എന്ന ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത ലേബൽ ഇവിടെ നിങ്ങൾക്ക് ഫേവറേറ്റ് എന്ന ആ ഒരു ലേബൽ കാണാൻ സാധിക്കും. അവിടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇൻബോക്സിൻ്റെ ടിക്ക് മാർക്ക് വേണ്ട എങ്കിൽ ഒഴിവാക്കാം. ഞാൻ ഒഴിവാക്കുന്നില്ല. ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. ഓക്കെ കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കതെങ്ങനെ കണ്ടെത്താം? ജസ്റ്റ് ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫേവറേറ്റ് എന്ന ലേബൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ സേവ് ചെയ്ത ആ ഒരു മെയിലുകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ എത്ര ലേബൽ വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ക്രിയേറ്റ് ലേബൽ എന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മറ്റൊരു ലേബൽ ക്രിയേറ്റ് ചെയ്യാണ്. ഫൈസൽ എന്ന പേര് കൊടുത്തു. ഇവിടെ സേവ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. സേവ് എന്ന ഭാഗം കൊടുത്തു. ഇനി അതിലേക്ക് ഞാൻ കുറച്ച് മെയിലുകൾ ആഡ് ചെയ്യാണ്. ഇവിടെ ബാക്ക് വന്നു. ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് 4 മെയിലുകൾ ഇവിടെ ഞാൻ സെലക്ട് ചെയ്തു. 4 മെയിലുകൾ സെലക്ട് ചെയ്തു. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തു. ലേബൽ ആസ് എന്ന ഭാഗം ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇവിടെ ഫൈസൽ എന്ന ആ ഒരു ലേബൽ കാണാൻ സാധിക്കും. അവിടെ ഞാൻ ടിക്ക് മാർക്ക് കൊടുത്തു. മുകളിലുള്ളത് ഒഴിവാക്കുന്നില്ല. ഓക്കെ കൊടുത്തു. അതിനുശേഷം വീണ്ടും ഞാൻ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ഫൈസൽ എന്ന ലേബൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ ഇവിടെ സേവ് ചെയ്ത ആ 4 മെയിലുകൾ ഇവിടെ കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല മെയിലുകളും ഇതുപോലെ ലേബലുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമുക്ക് സേവ് ചെയ്യാം. പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഇനി ലേബൽ നമുക്ക് എങ്ങനെ ഒഴിവാക്കാൻ സാധിക്കും? അവിടെ ക്ലിക്ക് ചെയ്താലോ അല്ലെങ്കിൽ ലോങ് പ്രസ് ചെയ്താലോ അത് ഓപ്പൺ ആകും എന്നല്ലാതെ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല. ഈ ലേബൽ തന്നെ നമുക്ക് മുകളിലും കാണാൻ സാധിക്കും. 2 ലേബൽ കണ്ടോ, ഇവിടെ കാണാൻ സാധിക്കും. അവിടെയും നമുക്ക് ഓപ്പൺ ചെയ്യാം എന്നല്ലാതെ അത് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. അതെങ്ങനെ ഡിലീറ്റ് ചെയ്യാം? അതിനായിട്ട് താഴേക്ക് വരാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ്സ് കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഏത് മെയിലിലാണ് നിങ്ങൾ ലേബൽ ക്രിയേറ്റ് ചെയ്തത് ആ മെയിൽ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാനേജ് ലേബൽസ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏത് ലേബലാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത് ആ ലേബൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത 2 ലേബലുകൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡിലീറ്റിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഡിലീറ്റ് കൊടുക്കുക. അതിനുശേഷം ഡിലീറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്താൽ അതങ്ങനെ ഡിലീറ്റ് ആയി പോവുകയും ചെയ്യും. രണ്ടാമത്തതും ഞാനിവിടെ സെലക്ട് ചെയ്യാണ്. ഇവിടെ ഡിലീറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം വീണ്ടും ഡിലീറ്റ് കൊടുക്കുകയാണ്. അങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത ലേബലുകൾ ഈ രൂപത്തിൽ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ലേബലുകൾ ക്രിയേറ്റ് ചെയ്യാം. ആവശ്യമില്ല എങ്കിൽ ഇതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.